ഹായ് സുഹൃത്തുക്കളെ, പൊടിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മളെ ഹണിയെയാണ്. ഇപ്പോൾ ഹണി ഹാപ്പിയാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള ഹണിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. മക്കളെ നീന്തലോടിപ്പിക്കുന്ന സാറിൻ്റെ വീട്ടിലാണ് സംഭവം. അവിടെ ചെന്ന് കണ്ട് എൻ്റെ കിളി പോയി. സംഭവം കെട്ടിയിരുന്ന തുടൽ ഇതിൻ്റെ കീഴ്ത്താടി എല്ലിൽ കുടുങ്ങി മൊത്തത്തിൽ ജാമായി. എനിക്ക് ടൈൽസിൻ്റെ പണിയാണ്. അപ്പോൾ ഈ കട്ടർ ഉണ്ടെന്നുള്ളൊരു വിവരത്തിലാണ് സാർ എന്നെ പെട്ടെന്ന് വിളിച്ചത്. ഞാൻ കട്ടറുമായി വന്നെങ്കിലും കട്ടറിന് കട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ കൊളുത്ത് കുടുങ്ങി കിടന്നത്. ഒരു ചെറിയ കട്ടറൂടെ കരുതിയിരുന്നു, അതുകൊണ്ട് ശ്രമിച്ചെങ്കിലും അത് നടന്നു. കുഞ്ഞു പട്ടിയൊക്കെ എപ്പോഴും ബെൽറ്റാണ് നല്ലത്. ഈ തുടലിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൊളുത്ത് ചെറിയ ഗ്യാപ്പുള്ളത്, അതിൻ്റെ കീഴ്ത്താടി എല്ലാം വളരെ നൈസാണ്. അതാണിത് പെട്ടെന്ന് അതിനകത്ത് കടിച്ച് കയറിയിട്ട് അതിനകത്ത് ജാമായിപ്പോയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോയ സമയത്താണ് വീട്ടുകാർ ഈ സംഭവം കാണുന്നത്. ആ വായ്ക്കകത്ത് കൈയിട്ട് ആ കൊളുത്തിൻ്റെ അത് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ചേച്ചിയുടെ കൈ കുറച്ചൊന്നും മുറിഞ്ഞു. നമ്മൾ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അപ്പോൾ തന്നെ നേരെ ഫയർഫോഴ്സിനെ വിളിച്ച്, നമ്മളെ വെഞ്ഞാറമൂട് ഫയർഫോഴ്സിനെ വിളിച്ച് അല്പം പോലും താമസിച്ചില്ല. 10 മിനിറ്റിനകത്ത് അവർ സ്ഥലത്തെത്തി. ഇത് വന്നു കണ്ട് സാറന്മാർക്കും ആകെ വിഷമം. നമ്മളെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിലേ അത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ അവർ പറഞ്ഞു. ഹണി കടിക്കണ ഒരാളല്ല, പക്ഷേ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കടിക്കുമെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മൾ അതിൻ്റെ കൈയും കാലും ചെറുതായിട്ടൊന്ന് കെട്ടി തുണി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയൊരു വേദന കാണും. എന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് പിടിച്ചു കൊടുത്തു. ഒരുവിധം വലിയ കമ്പിയൊക്കെ കട്ട് ചെയ്യുന്ന ടൂളാണ് അവരിൽ ഇരിക്കുന്നത്. പക്ഷേ ഒരെണ്ണം ഇട്ട് ശ്രമിച്ച് നോക്കിയെങ്കിലും അത് ആ കുഞ്ഞ് വായായതുകൊണ്ട് അതിനകത്ത് ഇത് പറ്റുന്നില്ല. ഇപ്പോൾ ഏകദേശം ഇത് സംഭവം നടന്നിട്ട് 1 മണിക്കൂറാവും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്രയും വേദന അത് സഹിച്ചിട്ടും അത് യൂറിൻ പാസ് ചെയ്തില്ല. അവിടെ അത് കറക്റ്റ് എന്നും പോണ ആ സ്ഥലത്തേക്ക് അത് പോയി. വെഞ്ഞാറമൂട് ഫയർഫോഴ്സിൻ്റെ സാറന്മാർക്ക് അന്നൊരു ടാങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. കാര്യം ആ അവസ്ഥയിൽ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോഴത്തേക്ക് സാറന്മാർ അവിടുന്ന് പോവുകയും ചെയ്തു. ഇന്ന് ഈ വീഡിയോ സാറന്മാർ കാണുന്നുണ്ടെങ്കിൽ സാറന്മാർക്കൊരു വലിയ താങ്ക്സ്. ഇദ്ദേഹം അതിൻ്റെ അച്ഛനുമല്ല അമ്മയും. പക്ഷേ 2 പേർക്ക് ഒരുമിച്ചാണ് ഭക്ഷണം കൊടുത്തത്. എന്നിട്ടും അദ്ദേഹം അത് കഴിച്ചില്ല. ഈ അവസ്ഥയിൽ കിടന്ന സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു അദ്ദേഹം. ഹണി ഓടിക്കളിക്കണ കണ്ടപ്പോഴത്തേക്കാണ് പുള്ളിക്കാരനും അങ്ങ് ശാന്തമായത്. അന്ന് വളരെ സങ്കടത്തോടെയാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയത്. ഭക്ഷണം കഴിക്കാനായി പോയെങ്കിലും വായിൽ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നണം. അതുകൊണ്ട് കുറേശ്ശെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സംഭവം. ഇടയ്ക്കിടയ്ക്ക് അത് നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നേരത്തെ ഒരു മൽപ്പിടുത്തത്തിൽ ആൾ തീരെ അവശനായി നിൽക്കുകയാണ്. ചെറിയ മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പുറത്തും ആകപ്പാടെ ചെളിയായി. നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു പട്ടികൾക്ക് ചെറിയ ബെൽറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരാഴ്ച കഴിഞ്ഞ് അതുവഴി പോയപ്പോൾ നമ്മൾ ആ വീട്ടിൽ കയറി. സത്യത്തിൽ എനിക്കും എൻ്റെ കൂടെ വന്ന ആളിനും പട്ടിയെ പേടിയാണ്.
അന്ന് നമ്മളെ രണ്ടുപേരെയും അവിടെ കണ്ടപ്പോഴത്തേക്ക് അവർ ഭയങ്കര സ്നേഹപ്രകടനം. എന്തോ ഒരു സ്വന്തം ആൾ വന്നതുപോലെ ഒരു ഇത് അതിൻ്റെ മുഖത്ത്. അന്ന് വീഡിയോ എടുക്കാൻ കൂടെ വന്ന ആൾ ഇതാണ് കേട്ടാ. ഈ ആൾ ചാച്ചീരെ കരച്ചിൽ കണ്ടിട്ട് പട്ടിയുടെ അവസ്ഥയും കണ്ടിട്ട് ആരെയും മുഖം എടുത്തില്ല. ഇത് ഒട്ടും പട്ടിയെ പേടിയില്ലാത്ത ആളാണേ, മുഖം കാണുമ്പോൾ അറിയാം. പക്ഷേ ഇത് ഇപ്പം ഹണീര അവസ്ഥ കണ്ടിട്ട് മനസ്സിന് ഭയങ്കര സന്തോഷമായി. അന്ന് ആ ഒരു ദിവസം മാത്രമേ നമ്മളിത് കണ്ടിട്ടുള്ളൂ. പക്ഷേ പിന്നീട് ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പം. മറ്റേ പുള്ളിക്കാരനെ അവിടെ നിൽപ്പുണ്ട് കേട്ടാ, കൂട്ടിനകത്ത് അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അവനും നമ്മളെ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷം മുഖത്ത്, ആ സന്തോഷം അവൻ്റെ മുഖത്ത് കാണാനുണ്ട്. ഫയർഫോഴ്സിനെ വിളിച്ച സമയത്ത് ആദ്യം നമുക്കും ഡൗട്ടായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയ്ക്കൊക്കെ അവർ വിളിച്ചാൽ വരുമോ എന്നുള്ളത്. പക്ഷേ കറക്റ്റ് കാര്യം ചോദിച്ചു, എന്താണ് കാര്യമെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യം പറഞ്ഞു കൊടുത്ത് വേറെ ഒന്നും തിരിച്ച് പിന്നെ ചോദിച്ചില്ല. സ്ഥലം ചോദിച്ച് ആ വരുന്ന ഭാഗത്ത് ഒന്ന് ഇറങ്ങി നിൽക്കാമോ എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് അവരെ വിളിക്കാം. അപ്പം ഇപ്പം ഹണിയെ കണ്ടപ്പോൾ നമ്മൾ ഹാപ്പി, ഹണിയും ഹാപ്പി, വീട്ടുകാരും ഹാപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. മാറ്റിയല്ലേ?